52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വീണ്ടും പ്രതീക്ഷയുടെ തിരമാലകൾ ഉയരുകയാണ്. വറുതിയുടെയും കടക്കെണിയുടെയും നാളുകൾക്ക് വിരാമമാകുമെന്ന വിശ്വാസത്തിൽ ബോട്ടുകളും തൊഴിലാളികളും പുതിയ മത്സ്യബന്ധന സീസണിനായി അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. സംസ്ഥാനത്തെ 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കും. ഇതോടെ ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വീണ്ടും സജീവമാകുകയാണ്. നീണ്ട ഇടവേളയ്ക്കു ശേഷം കടലിലേക്കിറങ്ങാൻ ഒരുങ്ങുന്ന ബോട്ടുകളിലും തൊഴിലാളികളുടെ മുഖത്തും പുതിയ പ്രതീക്ഷയാണ് നിറയുന്നത്. സമൃദ്ധിയായി മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവസാനവട്ട ഒരുക്കങ്ങളാണ് മുനയ്ക്കക്കടവിൽ പുരോഗമിക്കുന്നത്. മത്സ്യബന്ധന വലകൾ, ഐസ്, ഭക്ഷ്യസാധനങ്ങൾ, മറ്റ് അവശ്യ ഉപകരണങ്ങൾ എന്നിവ ബോട്ടുകളിലേക്ക് കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് 50ഓളം ബോട്ടുകളാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കടലിലേക്ക് തിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുന്നേ കടലിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞിരുന്നു. അതോടെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞു. തുടർന്ന് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. പല കുടുംബങ്ങളും കടക്കെണിയിലും ജീവിത പ്രതിസന്ധികളിലുമാണ് കഴിഞ്ഞത്. ഇപ്പോൾ ആ വറുതിക്കാലം പിന്നിട്ട് മികച്ച മത്സ്യസമ്പത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പട്ടിണി വറുതിയുടെ നാൾ അവസാനിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ കേരളത്തിലെ ഫിഷിംഗ് ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. ആ പട്ടിണി അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കടൽ പ്രക്ഷുബ്ധമാണെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ കടലിലേക്ക് ഇറങ്ങും. കടലമ്മ കടാക്ഷിക്കുമെന്ന വിശ്വാസത്തോടെയും മികച്ചൊരു സീസൺ സമ്മാനിക്കുമെന്ന പ്രത്യാശയോടെയും പുതിയ മത്സ്യബന്ധന യാത്രയ്ക്കൊരുങ്ങുകയാണ് മുനയ്ക്കക്കടവിലെ മത്സ്യത്തൊഴിലാളികൾ. പുതിയ സീസൺ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ആശ്വാസവും സാമ്പത്തിക സുരക്ഷിതത്വവും തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ സമൂഹം.